കഴിഞ്ഞ ദിവസം കുസാറ്റിൽ വെച്ചിട്ട് നടന്നൊരു പ്രോഗ്രാമിൽ ആ പരിപാടിയിൽ ഒരു മറ കെട്ടി, അത് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ ഒരു അസമത്വം സ്ത്രീകൾക്കിടയിൽ, അതല്ലെങ്കിൽ ഒരു ജെൻഡർ ഇനീക്വാലിറ്റി ഇല്ലേ എന്ന ചോദ്യം ഉയർന്നു വരികയുണ്ടായി. അപ്പൊ അതിനെന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഇതിന് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പറയാനുള്ളത് വെച്ചാൽ സ്ത്രീകളെ മറകെട്ടി മാറ്റി നിർത്തിയെന്നാണ്. ഞങ്ങൾ പറയുന്നത് സ്ത്രീകളെയല്ല ഞങ്ങൾ മറകെട്ടി മാറ്റി നിർത്തിയത്, പുരുഷന്മാരെയാണ്. ഇവിടെ മറ ഉണ്ടല്ലോ, ഇവിടെ പുരുഷന്മാരെയാണ് നമ്മൾ മറകെട്ടി മാറ്റി നിർത്തിയത്. സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരെയാണ് മറകെട്ടി മാറ്റിയിട്ടത്. എന്താ പറ്റൂലേ? ഇവിടെ ആകെ സ്ത്രീയും പുരുഷനേ ഉള്ളൂ, അവർക്കിടയിലാണ് മറ. അതെന്താ പെട്ടെന്ന് സ്ത്രീകളെ മാറ്റി നിർത്തി? അതങ്ങനെ സ്ത്രീകളെ മാറ്റി നിർത്തലാവില്? പുരുഷന്മാർക്കും ഇപ്പുറത്തന്നല്ലേ ഉള്ളത്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലാണ് മറ. അപ്പൊ സ്ത്രീകളെ മാത്രം മാറ്റി നിർത്തലാവല് എങ്ങനെ? സ്ത്രീ വിരുദ്ധതയാകുന്നത് എങ്ങനെയാ? പുരുഷ വിരുദ്ധതയാവൂലേ? പുരുഷന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ, പുരുഷന്മാരെ ഇപ്പുറത്തിരുത്തി സ്ത്രീകളെ അപ്പുറത്തിരുത്തി. അപ്പോ പുരുഷ വിരുദ്ധതയാവൂലേ? അപ്പൊ ഇതെന്താ വെച്ചാല് കുറച്ച് സെൻസിറ്റീവായ കുറച്ച് ടേംസ് ഉണ്ടാക്കുക, സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയാ, എന്നാ പിന്നെ അതിനൊരു മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇതെന്തോ വലിയ പുതിയ കാര്യമാരിയാണ്. മുസ്ലിങ്ങൾ ഇവിടെ ജെൻഡർ സെഗ്രിഗേഷനോടുകൂടിയാണ് ജീവിക്കുന്നത്. അവർക്ക് സാധിക്കുന്ന ഇടങ്ങളിൽ, എല്ലായിടത്തും പോസിബിൾ ആയിക്കൊള്ളുന്നില്ല, അവർക്ക് പറ്റുന്ന അവരുടെ പ്രോഗ്രാമുകളിൽ, അവരുടെ ആരാധനാലയങ്ങളിൽ, അവരുടെ പ്രൈവറ്റ് സ്പേസസുകളിൽ, അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ ആണും പെണ്ണും തമ്മിലുള്ള ഒരു പരിമിതമായ ഒരു സെഗ്രിഗേഷനും ഉണ്ട്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്ന് ഈ പൊതുസമൂഹത്തിന് അറിയാത്തതുകൊണ്ടാണോ? അതുപോലും അറിയാത്തവരാണോ ഇവിടെയുള്ള ഈ സാംസ്കാരിക നായകന്മാരും ഇവിടെയുള്ള വലിയ വലിയ ചിന്തകന്മാരും? ഒന്ന് ആലോചിച്ചൊക്കെ, ഇവിടെയുള്ള മുസ്ലിം പള്ളികളിൽ ഇവിടെ മറയാണ് പറയുന്നത്, മതിലുള്ളത്. മുസ്ലിം പള്ളികളിൽ ആണും പെണ്ണും തമ്മിൽ വേർതിരിക്കുന്ന മതിലുകളാണ് പലപ്പോഴും ഉള്ളത്. അപ്പൊ ഇതൊന്നും അറിയാത്ത, ഒന്നും അറിയാത്തവരാണ് എന്തോ വലിയ പുതിയ സംഭവം മിനിഞ്ഞാന്നാണ് തുടങ്ങിയത്. ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ ആൺ പെൺ സെഗ്രിഗേഷൻ അത് മിനിഞ്ഞാന്ന് തുടങ്ങിയതുപോലെയാണ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചെറിയ ചില വിവാദങ്ങൾ ഉണ്ടാക്കുക. എപ്പോഴും മുസ്ലിം സൊസൈറ്റിയെ അവർ വിശദീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെ വിശദീകരിക്കുക, എന്നിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ സമർത്ഥിച്ചു കൊടുക്കുക, ഞങ്ങൾ കുഴപ്പക്കാരല്ല എന്നിങ്ങനെ സമർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതിന് സൗകര്യമില്ല എന്ന് പറയും. അതിന് സൗകര്യമില്ല. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുക. അതിന് യുക്തിയുണ്ടോ? യുക്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രം അങ്ങനെ നടക്കേണ്ടുന്ന ഒരു കാര്യവും നമുക്കില്ല. പക്ഷേ കൃത്യമായിക്കൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രകൃതം മനസ്സിലാക്കിയാൽ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച പടച്ചവൻ ആണ് ഈ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ആണും പെണ്ണും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇന്ററാക്ട് ചെയ്താൽ, ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപഴകിയാൽ അവിടെ എന്തുണ്ടാകും എന്നുള്ളത് ഈ പറഞ്ഞ വിവാദങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രജുഡൈസ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് സ്വസ്ഥമായിരുന്നു ആലോചിച്ച് നോക്കിയാൽ മതി. ഈ തിന്മകളിലേക്കൊക്കെ ഉള്ള അതുവഴിയാണ് തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പം പലപ്പോഴും പൊതുസമൂഹം തന്നെ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ചിലപ്പോൾ ലിബറലുകളൊന്നും അംഗീകരിച്ചു എന്ന് വരില്ല. വ്യഭിചാരം എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ളത് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വ്യഭിചാരം എന്ന് പറഞ്ഞ സംഭവം എങ്ങനെയാണ് നടക്കുക? വ്യഭിചാരം ഒറ്റയടിക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നതാകുന്നു പ്രതിജ്ഞ എടുത്തിട്ടൊന്നല്ലേ വ്യഭിചാരം നടക്കുക. ഇത്തരത്തിലുള്ള തിന്മകൾ എങ്ങനെയാണ് നടക്കുക? അതിലേക്ക് ചില സ്റ്റെപ്പുകളുണ്ട്, അതിലേക്ക് ചില വഴികളുണ്ട്. ആ വഴികളിലൂടെയാണ് ആ തെറ്റുകൾ സംഭവിക്കുക. എന്ന് വെച്ചാൽ ആദ്യം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോട്ടമാണ് തുടക്കം. നോട്ടത്തിലൂടെ അവന്റെ തലച്ചോറ് അതിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യപ്പെടുന്നു, അതിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ ചില സംസാരങ്ങളും കുറച്ച് കെയറിംഗ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകർഷണം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവരടുക്കും, പിന്നെ ഇന്റിമസി ഉണ്ടാവും, പരസ്പരം കുറച്ച് ഒരു പരിധിക്കപ്പുറത്തുള്ള ഒരു ഇന്റിമസി ഉണ്ടാവും. അതിലൂടെ ആ ബന്ധം വികസിച്ചിട്ടാണ് അവസാനം വ്യഭിചാരത്തിലേക്ക് എത്തുക. ഇവിടെ ഒരു ദൈവിക മതം ജസ്റ്റ് വ്യഭിചാരം തെറ്റാകുന്നു എന്ന് അങ്ങനെയല്ല. ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ സമൂഹ സൃഷ്ടി തന്നെ തെറ്റുകളിലേക്ക് പോകാത്ത രൂപത്തിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം ജസ്റ്റ് വ്യഭിചാരം തെറ്റാകുന്നതല്ല, വ്യഭിചാരത്തിലേക്കുള്ള വഴികളടക്കം ഇസ്ലാം ഇല്ലാതാക്കുകയാണ്. വ്യഭിചാരത്തിലേക്കുള്ള വഴികളടക്കം ഇസ്ലാം ഇല്ലാതാക്കണം. വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൽപ്പന, അല്ലാതെ വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല. അപ്പോ തെറ്റുകളെ മാത്രമല്ല, തെറ്റുകളിലേക്കുള്ള വസീലകളെ അടക്കം, അതിലേക്കുള്ള വഴികളെ അടക്കം ഇസ്ലാം പരമാവധി ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആണിനെ കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ പെണ്ണിനെ കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് അങ്ങ് ലൈംഗികമായ ചിന്തയാണോ വരിക? അങ്ങനെയൊന്നല്ല. അത് അങ്ങനെയും വരുന്നവരും സൊസൈറ്റിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ പരമാവധിയൊക്കെ ഒന്ന് സെഗ്രിഗേഷൻ പാലിക്കുക. എന്നാൽ പറ്റാത്ത സ്ഥലങ്ങൾ ഉണ്ടാകും, അവിടെ പരമാവധി സ്വയം നിയന്ത്രിക്കുക. ഇപ്പൊ ഒരു ബസ്സിൽ കയറിയാൽ ഒരു പക്ഷേ അവിടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള സെഗ്രിഗേഷൻ ആയിരിക്കില്ല. വർക്ക് സ്പേസസിൽ അല്ലെങ്കിൽ കോളേജുകളിൽ, പൊതു ഇടങ്ങളിൽ
അവിടെ എല്ലാ തരം ആളുകളും ഇത് സെഗ്രിഗേഷൻ വേണമെന്നും വേണ്ടാന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവിടെ നമ്മൾ സ്വയം എന്ത് ചെയ്യുക, അതിനാണ് സ്വയം ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത്. ആണിനും പെണ്ണിനും ഹിജാബ് ഉണ്ട്. ഹിജാബ് എന്ന് പറഞ്ഞാൽ പർദ്ദ എന്നല്ല, ആ ഒരു മറ, കണ്ണിന്റെ മറ ആണും അതേപോലെ തന്നെ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള മറ സ്ത്രീയും അത് സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഈ തിന്മകൾ തടയുക എന്നുള്ളത് തന്നെയാണ് അതിന്റെയും അടിസ്ഥാനം. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ദൈവിക മതമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെ തിന്മകളിലേക്കുള്ള സാഹചര്യങ്ങളെ അടക്കം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോവുക. അതെല്ലാവരും അങ്ങനെ തന്നെ വേണം, നമ്മൾ ആരും പറയുന്നില്ല. മുസ്ലിങ്ങൾ അവരുടെ പ്രോഗ്രാമുകളിലോ അവരുടെ മസ്ജിദുകളിലോ അവരുടെ ആരാധനാലയങ്ങളിലോ അത് ചെയ്യുമ്പോഴേക്കടക്കം ആ നിലക്ക് വലിയ എന്തോ ഒരു സംഭവം സംഭവിച്ചു പോയി എന്ന നിലക്ക് കാണുന്ന ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മുസ്ലിം സൊസൈറ്റിയെ കുറിച്ച് നിങ്ങൾ ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട് എന്ന് മാത്രമാണ് അത്തരക്കാരോട് പറയാനുള്ളത്.